ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എഴുത്തുകാരെ താരതമ്യം ചെയ്യരുതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ UK കുമാരൻ. ജ്യോതിഷ പണ്ഡിതൻ ബേപ്പൂർ മുരളീധര പണിക്കരുടെ 90-ാം പുസ്തകം ഓർമ്മയിലെ ഓളങ്ങൾ എന്ന നോവൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ പ്രമുഖ തറവാട് കുടുംബത്തിൽ ജനിച്ച് എല്ലാ സൗകര്യത്തോടു കൂടി ജീവിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ ഗീത ജോലി ലഭിച്ചതിനെ തുടർന്നാണ് വയനാട്ടിലെത്തിയത്. മരുമതല ആദിവാസി മേഖലയിലെ സ്കൂളിലായിരുന്നു നിയമനം. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസം പകരുന്ന ഗീതയുടെ ജീവിതത്തിലൂടെ ഒട്ടേറെ പേർ കടന്നുവരുന്നതാണ് ബേപ്പൂർ മുരളീധര പണിക്കരുടെ ഓർമ്മയിലെ ഓളങ്ങൾ നോവലിന്റെ ഇതിവൃത്തം. ഹോട്ടൽ അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ UK കുമാരൻ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ MP പത്മനാഭന് നൽകി പ്രകാശനം ചെയ്തു. നമ്മൾ ഒരിക്കൽ പോലും എഴുത്തുകാരെ ഇങ്ങനെ താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ആവശ്യമില്ല. അതിന് നാം തുനിയുകയും ചെയ്യരുത്. കാരണം ഓരോ എഴുത്തുകാരനും അവരുടേതായ ചില സവിശേഷതകളും പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. തനിക്ക് നിയുക്തമായ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ സാഹിത്യ പ്രവർത്തനം ഏറെ ആത്മാർത്ഥതയോടുകൂടി നടത്തുന്ന ഒരു എഴുത്തുകാരനാണ് മുരളീധര പണിക്കർ. ഒരു ജീവിതത്തെ ഏറ്റവും സത്യസന്ധമായി തന്നെ അവതരിപ്പിക്കുവാൻ പണിക്കർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ നവാസ് പൂനൂർ അധ്യക്ഷനായി. ജ്യോതിഷ പണ്ഡിതനായ ബേപ്പൂർ മുരളീധര പണിക്കരുടെ 90-ാമത് പുസ്തകമാണിത്. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം ഉയർത്തി കാട്ടുക എന്നാണ് ഈ നോവലിൻ്റെ പ്രഥമ ലക്ഷ്യം. അപ്പോൾ വിദ്യാഭ്യാസത്തോടെ അതായത് ആളുകൾക്കും ഒരു മാറ്റം വരുത്താനും നമ്മുടെ ഈ രാജ്യം തന്നെ ഭരിക്കാൻ സാധിക്കുന്ന വിദ്യാർത്ഥികളെല്ലാത്തിനും അതായത് വിദ്യാഭ്യാസം പറയാൻ കാരണം അപ്പോൾ അതിനെ വിദ്യാഭ്യാസത്തിന് മാത്രമായിട്ട് ഊന്നിക്കൊള്ളായിരിക്കുന്ന ഒരു വിഷയമാണ് ഈ നോവൽ. ലിബി അക്ബർ, EM രാജാമണി, അജീഷ് അത്തോളി, M ഗോകുൽദാസ്, MK വിനോദ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായി. ലിബി പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി പെൻഷൻ കേന്ദ്ര വിഹിതം നൽകി വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര